രണ്ട് സെന്റൻസുകളെ കൂട്ടി യോജിപ്പിക്കുന്ന വാക്കിനെയാണ് നമ്മൾ കണക്ടർ എന്ന് പറയുന്നത്. കണക്ടറിന്റെ മുൻപ് എഴുതുന്ന സെന്റൻസിനെയാണ് നമ്മൾ ഹോപ്സാറ്റ്സ് എന്ന് പറയുന്നത്. കണക്ടറിന്റെ ശേഷം വരുന്ന സെന്റൻസിനെയാണ് നമ്മൾ നേബൻ സാറ്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്കിത് മലയാളത്തിൽ മനസ്സിലാവാനായിട്ട് ഞാൻ ഈ ഒരു ഉദാഹരണം പറഞ്ഞുതരാം. ഞാൻ ഇന്നലെ സ്കൂളിൽ പോയില്ല, കാരണം എനിക്ക് പനിയായിരുന്നു. ഇവിടെ ശരിക്കും രണ്ട് സെന്റൻസുകളുണ്ട്. ഞാൻ ഇന്നലെ സ്കൂളിൽ പോയില്ല എന്ന് പറയുന്ന സെന്റൻസും പിന്നെ കാരണം എന്ന് പറയുന്നതാണ് ഇവിടുത്തെ കണക്ടറായിട്ട് വരുന്നത്. അതിൻ്റെ ശേഷം ഒരു സെൻറ്റൻസ് വന്നിട്ടുണ്ട്, എനിക്ക് പനിയായിരുന്നു. സോ എനിക്ക് പനിയായിരുന്നു എന്ന് പറയുന്ന സെൻറ്റൻസിനെയും ഞാൻ ഇന്നലെ സ്കൂളിൽ പോയില്ല എന്ന് പറയുന്ന സെൻറ്റൻസിനെയും ഒരുമിച്ചൊരു സെൻറ്റൻസ് ആക്കാൻ നമ്മൾ യൂസ് ചെയ്ത കണക്ടറാണ് കാരണം എന്ന് പറയുന്നത്. ഇവിടെ നിങ്ങൾ മെയിൻലി ഫോളോ ചെയ്യേണ്ടത് 3 റൂളുകളാണ്. ആദ്യത്തെ റൂൾ എന്ന് പറയുന്നത് കോമ യൂസ് ചെയ്യുക എന്നുള്ളതാണ്. ഈ കോമ എവിടെ യൂസ് ചെയ്യണം എന്നുള്ളതാണ് നിങ്ങൾ മെയിൻലി മനസ്സിലാക്കേണ്ടത്. നിങ്ങളുടെ ഹോപ്സാറ്റ്സ്, അതായത് മെയിൻ സെന്റൻസ് എഴുതി കഴിഞ്ഞാൽ നിങ്ങൾ കോമ ചേർത്തിട്ടാണ് കണക്ടർ എഴുതേണ്ടത്. സെക്കൻഡ് റൂൾ എന്ന് പറയുന്നത് ഇതാണ്, നേബൻ സാറ്റ്സിലെ വെർബ് ലാസ്റ്റ് പൊസിഷനിൽ പോകണം. ഇനി ഇവിടെ ഒരു ഡൗട്ട് വരാവുന്നത്, ഈ ഒരു വെർബിനെ ലാസ്റ്റ് കൊണ്ടുപോകുന്ന സമയത്ത് കോൺജുഗേറ്റ് ചെയ്യണോ വേണ്ടേ എന്നുള്ളതാണ്. സോ തേർഡ് റൂളായിട്ട് നിങ്ങൾ അത് ഓർത്ത് വെക്കുക. ഈ വെർബ് കോൺജുഗേറ്റ് ചെയ്തിട്ട്, അതായത് ആ നേബൻ സാറ്റ്സിൽ വന്ന സബ്ജക്റ്റ് ആരാണോ അതിനനുസരിച്ച് കോൺജുഗേറ്റ് ചെയ്തിട്ടാവണം ലാസ്റ്റ് പോവേണ്ടത്. I was absent because I had fever. Okay, so I was absent because I had fever എന്ന് പറയുന്നതാണ് സെൻറ്റൻസ്. I was absent എന്ന് പറയുന്ന ഈ ഒരു സെൻറ്റൻസ് ആണ് ഇവിടുത്തെ ഹോപ്സാറ്റ്സ് ആയിട്ട് വരുന്നത്. സോ ഫസ്റ്റ് നമുക്കത് മാർക്ക് ചെയ്ത് വെക്കാം. I was absent ഹോപ്സാറ്റ്സ്. ബിക്കോസ് എന്ന് പറയുന്നതാണ് ഈ സെൻറ്റൻസിലെ കണക്ടറായിട്ട് വരുന്നത്. ഐ ഹാഡ് ഫീവർ ആണ് ഈ സെൻറ്റൻസിൽ നേബൻ സാറ്റ്സ് ആയിട്ട് വരുന്നത്. നേബൻ സാറ്റ്സ് ആയിട്ട് ഐ ഹാഡ് ഫീവർ ആണ് വരുന്നത്. ഇനി നമുക്ക് നമ്മളുടെ റൂളുകൾ അപ്ലൈ ചെയ്ത് തുടങ്ങാം. അതായത് കണക്ടർ യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ പറഞ്ഞതുപോലെ നേബൻ സാറ്റ്സിലെ വെർബ് കോൺജുഗേറ്റ് ചെയ്ത് ലാസ്റ്റ് പൊസിഷനിലോട്ട് പോകണം. സോ ആ സമയത്ത് ഈ സെൻറ്റൻസ് വരുന്ന സമയത്ത് ഐ വാസ് ആബ്സെൻ്റ് എന്നുള്ളത് ഇഷ് വാർ അബ്വേസൻറ്റ്. ഇഷ് വാർ അബ്വേസൻറ്റ്. ഇനി നമ്മൾ ഫസ്റ്റ് റൂൾ അപ്ലൈ ചെയ്തു, കോമ ചേർത്തു കണക്ടറിന് മുൻപായിട്ട്, എന്നിട്ട് കണക്ടർ ആഡ് ചെയ്തു വൈൽ. ഇനി ഐ ഹാഡ് ഫീവർ എന്ന് പറയുന്ന സെൻറ്റൻസ് അതാണ് ഇഷ് ഹാഡ് എ ഫീവർ. അതിൽ വെർബ് നമ്മൾ ലാസ്റ്റിലോട്ട് കൊണ്ടുപോകുന്ന സമയത്ത് ഇഷ് ഫീബർ ഹാട്ട്. ഇഷ് ഫീബർ ഹാട്ട്. ഇഷ് വാർ അബ്വേസൻ വൈൽ ഇഷ് ഫീബർ ഹാട്ട് എന്നുള്ള രീതിക്ക് വരും. സോ ഇവിടെ നമുക്കറിയാം നമ്മളുടെ 3 റൂളും ഫോളോ ചെയ്തിട്ടുണ്ട്. കണക്ടറിന് മുൻപായിട്ട് കോമ ചേർത്തു, നേബൻ സാറ്റ്സിലെ വെർബ് കോൺജുഗേറ്റ് ചെയ്ത് ലാസ്റ്റിലോട്ട് പോയി. സോ ഇതൊന്ന് സമ്മറൈസ് ചെയ്യാൻ നിങ്ങൾക്ക് ഒന്നുകൂടെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു തരാം. വി ആർ ഹാവ് എൻ ഡ്രൈ റെഗൽ. നമുക്ക് 3 റൂൾസ് ഫോളോ ചെയ്യാനുണ്ട്. സോ അറ്റ് ഫസ്റ്റ് നമുക്ക് ഫോളോ ചെയ്യാനുള്ള റൂൾ എന്ന് പറയുന്നത് വിയർ മ്യൂസൺ കോമ ബെനൂട്ട്സൺ. നമ്മൾ നിർബന്ധമായിട്ടും കോമ എന്ത് ചെയ്യണം, യൂസ് ചെയ്യണം. സോ ആ കോമ യൂസ് ചെയ്യേണ്ടത് എവിടെ, ബിഫോർ കണക്ടർ. കണക്ടറിന് മുൻപായിട്ടാണ് കോമ യൂസ് ചെയ്യേണ്ടത്. സോ അതായിരുന്നു ഫസ്റ്റ് റൂൾ. സെക്കൻഡ് റൂൾ എന്ന് പറയുന്നത് നേബൻ സാറ്റ്സിലെ വെർബ് എന്ത് ചെയ്യണം, എൻ്റെ ലാസ്റ്റ് പൊസിഷനിൽ എന്ത് ചെയ്യണം, പ്ലേസ് ചെയ്യണം, അതും കോൺജുഗേറ്റ് ചെയ്തിട്ട്. സോ തേർഡ് റൂൾ അതായിരുന്നു, നമ്മൾ ആ ലാസ്റ്റ് പൊസിഷനിലോട്ട് അല്ലെങ്കിൽ എൻ്റെയിലോട്ട് കൊണ്ടുപോകുന്ന ആ ഒരു വെർബിനെ നമ്മൾ എന്ത് ചെയ്യണം, കോൺജുഗേറ്റ് ചെയ്തിട്ട് വേണം കൊണ്ടുപോകാനായിട്ട്. സോ ഈ 3 റൂൾ അറിയുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കണക്റ്റേഴ്സ് വെച്ചിട്ട് ഏത് സെൻറ്റൻസിനെയും കണക്ട് ചെയ്തിട്ട് ഒറ്റ സെൻറ്റൻസ് ആക്കിയിട്ട് മാറ്റാൻ പറ്റും. ഈ ബിക്കോസ് എന്ന് പറയുന്നത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാതെ തന്നെ നിങ്ങൾക്കറിയാം നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ എത്രത്തോളം ഈ ബിക്കോസ് എന്ന് പറയുന്ന വാക്ക് യൂസ് ചെയ്യുന്നുണ്ട്. ബിക്കോസ് നിങ്ങൾ ഇപ്പം ഞാൻ ഈ പറഞ്ഞ സമയത്ത് വരെ ബിക്കോസ് ഞാൻ യൂസ് ചെയ്ത് കഴിഞ്ഞു. അപ്പം നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും ഈ ഒരു വാക്കിന് അത്രത്തോളം ഇമ്പോർട്ടൻസ് നിങ്ങളുടെ കമ്മ്യൂണിക്കേഷനിൽ വരുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെയും ഒരു ലൈഫിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു സിറ്റുവേഷണൽ വീഡിയോ നമുക്ക് കണ്ടു നോക്കാം. വൈൽ എന്ന കണക്ടറിൻ്റെ മീനിങ് നോക്കാം. ബിക്കോസ് വെച്ചിട്ട് നമുക്കൊരു സെൻറ്റൻസ് നോക്കാം. He is tired because he did not sleep. Er ist müde, weil er nicht geschlafen hat.